yaşlar, kurtlar kuşlar açlar, zikreder dağlar taşlar, kurtlar kuşlar açlar. വിശാലമായ അർത്ഥവ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോൾ വീടില്ലാത്തവൻ, അതെ, ഒരു ജന്മം മുഴുവൻ മറ്റുള്ളവർക്കായി ജീവിച്ച് തനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാൻ മറക്കുന്നവൻ പ്രവാസി. ഒടുവിൽ വീടില്ല, ഭാര്യ മക്കളില്ല, ബന്ധുക്കളില്ല, നാട്ടാരില്ല, അനാഥമായി മാറുന്ന ഒരു സമ്പന്നൻ്റെ എരിഞ്ഞടങ്ങൽ. ഓരോ പ്രവാസിക്ക് പിന്നിലും ദാരിദ്ര്യത്തിൻ്റെ, സങ്കല്പങ്ങളുടെ, ഉത്തരവാദിത്വത്തിൻ്റെ, അതുമല്ലെങ്കിൽ ആഡംബരാത്മക ജീവിതത്തോടുള്ള അഭിനിവേശത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. കഥകൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഒരുവൻ പ്രവാസിയായി മാറിക്കഴിഞ്ഞാൽ ആകാശം മുട്ടെ ഉയർന്നെടുക്കുന്ന സൗധങ്ങളെപ്പോലെ അവൻ മനക്കോട്ടകൾ കെട്ടാൻ തുടങ്ങുകയായി. നമ്മുടെ പച്ചവിരിച്ച ഗ്രാമീണതയുടെ ശീതളതയിൽ നിന്നും ഇങ്ങു മണലാരണ്യത്തിലെ വറുതിയിൽ ആട്ടിൻപറ്റങ്ങളെപ്പോലെ തെളിയിക്കപ്പെടുമ്പോൾ അങ്ങകലെ ഭൂമിയുടെ മറ്റേ തലയ്ക്കൽ ഒരു തുണ്ട് ഭൂമിയിൽ അവൻ സ്വപ്നസൗധം പണിയുന്നുണ്ടാവും. വിറ്റും പെറുക്കിയും കാശുണ്ടാക്കി വാഗ്ദാനങ്ങളിലും പ്രലോഭനങ്ങളിലും വശംവദനായി പണം കൊയ്യാൻ എത്തിപ്പെടുന്നവർ വാഗ്ദാന ലംഘനങ്ങളുടെയും പ്രലോഭന സഞ്ചയനങ്ങളാലും വരിഞ്ഞു മുറുകി കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക് സ്വയം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് ചിന്തിക്കൂ, ആരാണിതിന് ഉത്തരവാദി? നമ്മുടെ ബുദ്ധിശൂന്യതയോ അതിബുദ്ധിയാൽ ഉള്ള ആത്മനാശമോ? നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിൽ ഒരുവന് പെട്ടെന്ന് പണക്കാരനായി മാറാമെന്ന്? അങ്ങനെ കരുതുന്നുവെങ്കിൽ ആ നിമിഷം നിങ്ങൾ സ്വയം ചിന്തിക്കുക, പ്രലോഭനങ്ങളിൽ വശംവദരായി കഴിഞ്ഞുവെന്ന്. അതിബുദ്ധിമാന്മാരുടെ കൗശലത്തിൽ ഒരു ഇര കൂടി വീണുവെന്ന്. നമ്മുടെ നാട്ടിലെ ചൂതാട്ടങ്ങളെയും മണി ചെയിനുകളെയും അലക്കിത്തേച്ച മറ്റൊരു പതിപ്പ്. സ്പെഷ്യൽ ഓഫറുകൾ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 2 എടുത്താൽ 1 ഫ്രീ. ജനങ്ങളോട് എത്ര മഹാമനസ്കത! അപ്പോഴേക്കും കൂട്ടുകാരുടെ മറ്റൊരു ആശയം, ഉണ്ടും ഉറങ്ങിയും സഹവർത്തിക്കുന്നവരല്ലോ, നമുക്കും ചേരാം ആ സംരംഭത്തിൽ. ചിട്ടി എന്ന് വിളിക്കുന്ന കുറികൾ. ഒരുപാട് ആഗ്രഹങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിൽ കണ്ട് ഒരുമിച്ച് കിട്ടുന്ന ഒരുപാട് നോട്ടുകളിന്മേൽ സ്വപ്നസഞ്ചാരം നടത്തുമ്പോഴാണ് അറിയുന്നത്, കൂട്ടരെ, ഈ വിശ്വസ്ത സുഹൃത്ത് പണവുമായി അപ്രത്യക്ഷമായിരിക്കുന്നു. ചിന്തിക്കൂ, അത്തരം പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴണം? നമ്മുടെ കുട്ടികൾക്കുള്ളതല്ലേ നഷ്ടപ്പെട്ടത്? ബാങ്കുകളിൽ കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഗുണിച്ചും നിരത്തുന്ന കണക്കുകൾ എത്ര സുന്ദരം! വാസ്തവം മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? വായ്പയ്ക്ക് പിന്നാലെ പോകുമ്പോൾ ഒന്നോർക്കുന്നുണ്ടോ, അത്രയും വർഷത്തേക്ക് നാം നമ്മെ പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന്? നാം അധ്വാനിക്കുന്ന പണത്തിന് ഏജന്റുമാരെ കൂടി പോറ്റി വളർത്തേണ്ടതുണ്ടോ? നമുക്ക് വയറിറുക്കിക്കെട്ടാം, ഉണക്കറൊട്ടിയും പച്ചവെള്ളവും കഴിക്കാം, കാലിത്തൊഴുത്തിന് സമാനം കിടന്നുറങ്ങാം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, കുടുംബം, അവർക്ക് വേണ്ടി നാം സഹിക്കുന്ന ത്യാഗം, അഭിമാനക്ഷതം എല്ലാം മൂടിവെക്കാം. അപ്പോഴും ഒരു പുരുഷായുസ്സിൽ നാം നമുക്ക് വേണ്ടി നേടുന്നതോ ജീവിതാവസാന ഹേതുവായ കുറേ രോഗങ്ങൾ. പ്രവാസികളെ, പ്രലോഭനങ്ങളെ അതിജയിക്കുക. RSC മദീന ഖലീഫ സോൺ പ്രവാസികളെ, നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.